വാർത്തയിലുള്ളത് വംതിയുടെ പുതിയ ഒരു ലക്കത്തിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാളിൽ നിന്ന് വരുന്ന വാർത്തകൾ വളരെ നിരാശാജനകമാണ്. അവിടെ അടുത്ത മാസം തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ആ തിരഞ്ഞെടുപ്പ് മുന്നോടിയായിട്ട് ഒരു ഇലക്ട്രൽ റോളിൻ്റെ ഒരു സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ധാരാളം വിഷയങ്ങളുണ്ട്. ഏകദേശം 70 ലക്ഷത്തോളം മനുഷ്യർ അവരുടെ വോട്ടർ പട്ടികയിലില്ല എന്ന് കണ്ട് നെട്ടോട്ടമോടുകയാണ്. അവരുടെ പരാതികൾ പരിഹരിക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ ഏർപ്പെടുത്തിയ സംവിധാനം ആ പ്രശ്നപരിഹാരത്തിൻ്റെ ഒരിടത്തും എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. സുപ്രീം കോടതി ഇടപെട്ടു. അവിടെയുള്ള ജഡ്ജിമാരെ, സെഷൻസ് ജഡ്ജിമാരെ, പശ്ചിമ ബംഗാളിൽ മാത്രമല്ല ഒഡീഷയിലും ഛത്തീസ്ഗഡിലുമുള്ള ജഡ്ജിമാരെ കൊണ്ടുവന്നാണ് കേസുകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവർ ഏകദേശം 10-20 ലക്ഷം കേസുകൾ ഇപ്പോൾ ഇതിനുള്ളിൽ കേട്ടിട്ടുണ്ടാവും. പക്ഷേ അപ്പോഴും 30-40-50 ലക്ഷം മനുഷ്യരുടെ കേസുകൾ ഇതുവരെ തീരാതെ അവരുടെ രേഖകളുമായി ഈ സർക്കാർ ഓഫീസിന് മുമ്പിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസർമാരുടെ മുമ്പിൽ കാത്തുകെട്ടി നിൽക്കുകയാണ്. അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനവും വരുന്നതിന് മുൻപാണ് ഇപ്പോൾ സത്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ അവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ വോട്ടർമാരുടെ ന്യായമായ അവകാശം എവിടെ പോയി സാധിച്ചു കൊടുക്കും എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള ഒരു ചോദ്യചിഹ്നമാണ്. അത് ബംഗാളിലെ വോട്ടർമാരുടെ മാത്രം ഒരു പ്രശ്നമല്ലത്. ഇപ്പോഴത്തെ സംവിധാനം നിങ്ങളുടെ പേര് ഇലക്ട്രൽ റോളിലില്ല എന്ന് കണ്ടാൽ നിങ്ങൾ അപ്പീൽ കൊടുക്കണം. നിങ്ങൾ അപ്പീൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ആദ്യത്തെ സംവിധാനം. ആ സംവിധാനത്തിലാണ് ഇനിയും ലക്ഷക്കണക്കിന് ആളുകളുടെ കേസ് കേൾക്കാനുള്ളത്. അപ്പീൽ കൊടുത്ത് അവിടെ തള്ളിയാൽ അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് പരാതി കൊടുക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് ഹൈക്കോടതിയിലെ മുൻ ജഡ്ജിമാരുടെ അധ്യക്ഷതയിൽ പാനലുകൾ ഉണ്ടാക്കാൻ വേണ്ടി സുപ്രീം കോടതി നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അപേക്ഷ എടുത്ത് കളഞ്ഞാൽ നിങ്ങളതിന് ആദ്യം ഒരു പെറ്റീഷൻ കൊടുത്തു, അതിനുശേഷം ഒരു റിവിഷൻ പെറ്റീഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ത്യയിൽ ജനിച്ച ഒരു ബോണഫൈഡായിട്ടുള്ള ഒരു പൗരൻ എന്ന നിലയ്ക്ക് നിങ്ങളുടെ വോട്ടവകാശം ഉറപ്പാക്കാൻ വേണ്ടി നിങ്ങളൊരു ബംഗാളിയാണെങ്കിൽ ചെയ്യേണ്ടി വരുന്ന പ്രശ്നത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതാരാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്? നമ്മുടെ രാജ്യം എന്ന നിലയ്ക്ക് നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ ഒരാൾക്കൊരു വോട്ട്, യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവന്ന ചുരുക്കം രാജ്യങ്ങളിലൊന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മൾ സ്വാതന്ത്ര്യം നേടിയപ്പം നമ്മുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് മുതൽ പ്രായപൂർത്തി വോട്ടവകാശം 21 വയസ്സായാൽ അന്ന്, ഇപ്പോൾ 18 വയസ്സായി ഏതൊരു ഇന്ത്യക്കാരനും വോട്ട് ചെയ്യാം. ഇപ്പോൾ ജനാധിപത്യം, നമ്മളെക്കാൾ മുമ്പ് ജനാധിപത്യ സംവിധാനം തെരഞ്ഞെടുപ്പുകൾ കൊണ്ടുവന്ന അമേരിക്കയിൽ പോലും ഉണ്ടായിരുന്നില്ല. അമേരിക്കയിൽ 1900-150 വർഷത്തിന് ശേഷമാണ് സ്ത്രീകൾക്ക് വോട്ടവകാശം കൊടുക്കുന്നത്. കറുത്ത വർഗ്ഗങ്ങൾക്ക് വോട്ടവകാശം കൊടുക്കുന്നത് അതിനും എത്രയോ ശേഷമാണ്. പക്ഷേ നമ്മൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം പ്രഖ്യാപിച്ചു: ഈ പ്രായപൂർത്തി വോട്ടവകാശം എല്ലാ ഇന്ത്യക്കാർക്കും വോട്ടവകാശമുണ്ട്. ഒരു വോട്ടിന് ഒരു വാല്യൂ. ഏത് 2 ഇന്ത്യക്കാരുടെ വോട്ടിനും ഒരേ വാല്യൂ ആണ്. ഇപ്പോൾ ഈ കേരളത്തിൽ നിന്ന് ഈ വർത്തമാനം പറയുന്ന എൻ്റെ വോട്ടും, കടൽ തീരത്തെ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്ന മനുഷ്യൻ്റെ വോട്ടും, ആദിവാസിയായ ഒരു മനുഷ്യൻ്റെ വോട്ടും, ബോംബെയിലെ ഏറ്റവും പണക്കാരുടെ കോളനിയിൽ വസിക്കുന്ന ഒരു മൾട്ടി ബില്യണറുടെ വോട്ടിനും നമ്മുടെ ജനാധിപത്യ ക്രമത്തിൽ ഒരു മൂല്യമാണുള്ളത്. അത് നമ്മുടെ ജനാധിപത്യത്തിന് ഏറ്റവും വലിയ ശക്തിയാണ്. നിങ്ങളുടെ അവകാശമാണ്. നിങ്ങൾ ഈ മണ്ണിൽ പിറക്കുന്നതോടുകൂടി 18 വയസ്സ് കഴിയുമ്പോൾ വോട്ടവകാശം, നിങ്ങളുടെ ഭരണാധികാരി ആരാണെന്ന് തീരുമാനിക്കാനുള്ള നിങ്ങളുടെ അവകാശമാണത്. അത് നമ്മുടെ ഏറ്റവും വളരെ ഫൗണ്ടേഷണലായിട്ടുള്ള ഈ അവകാശമാണ് ഏതൊക്കെയോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ബംഗാളിൽ മനുഷ്യരുടെ നിന്ന് തട്ടിപ്പറിക്കുന്നത്. ലക്ഷക്കണക്കിന് മനുഷ്യർ, ഞാൻ ഇന്നലെയും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വായിച്ചു. പ്രായമായവർ, എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്തവർ, അവർ രേഖകളുമായി ക്യൂ നിൽക്കുകയാണ് ഈ അവരുടെ വോട്ടവകാശം സ്ഥാപിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ പോരാഞ്ഞിട്ടാണ് കഴിഞ്ഞ ദിവസം അവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ നമുക്കിപ്പോഴും അറിയില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച 29-29 തീയതി, ഏപ്രിൽ 29 തീയതി ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിയണം. അതിനു മുമ്പേ അവിടെ ഒരു വോട്ടർ പട്ടിക ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. വോട്ടർ പട്ടിക എന്ന് പറഞ്ഞാൽ എല്ലാ പൗരന്മാർക്കും, വോട്ടവകാശമുള്ള എല്ലാവരുടെയും പേരുള്ളൊരു വോട്ടർ പട്ടിക. അതാണ് ശരിയായ വോട്ടർ പട്ടിക. നമുക്കിപ്പോഴും അറിയില്ല അങ്ങനെ ഒരു വോട്ടർ പട്ടികയുടെ പുറത്തായിരിക്കുമോ പശ്ചിമ ബംഗാളിലെ തിരഞ്ഞെടുപ്പ് നടക്കുക എന്ന്. നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ എന്തൊരു അസംബന്ധമായിട്ടൊരു കാര്യമാണ് നമ്മൾ ആലോചിക്കും. പക്ഷേ ബംഗാളിലെ അവസ്ഥ അതാണ്.
ചെറിയ എണ്ണം ആൾക്കാരുകൾ, ചെറിയ എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ എണ്ണം എന്ന് പറയുന്നത് പോലും ശരിയല്ല. അവസാനത്തെ ഒരു മനുഷ്യന് പോലും വോട്ടവകാശം ഉറപ്പുവരുത്തുക എന്നുള്ളത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. വോട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. ഇതിനെക്കുറിച്ച് യാതൊരു കൃത്യതയും ഇല്ലാതെയാണ് പശ്ചിമ ബംഗാളിലെ ഇലക്ഷൻ കമ്മീഷൻ അതിന് തിരഞ്ഞെടുപ്പുമായി മുമ്പോട്ട് പോകുന്നത്. ഇതിനേക്കാൾ കൂടുതൽ അപകടകരമായ ഒരു കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. അത് പ്രകാരം ഇലക്ഷൻ കമ്മീഷൻ ഞായറാഴ്ച തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു. രാത്രിയിൽ തന്നെ ആ സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറി, ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് എന്ന് വെച്ചാൽ പോലീസ് മേധാവി, കൽക്കട്ടയിലെ പോലീസ് കമ്മീഷണർ, ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി എന്നിങ്ങനെ പ്രധാനപ്പെട്ട 5 ഉദ്യോഗസ്ഥന്മാർ, ഒരു സർക്കാർ റൺ ചെയ്യുന്നതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 5 ഉദ്യോഗസ്ഥന്മാരെ മാറ്റി പുതിയ ആളുകളെ നിയമിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവിറക്കി. ഇത് നമ്മൾ ഇന്ന് വരെ നമ്മുടെ ചരിത്രത്തിൽ കേൾക്കാത്തൊരു കാര്യമാണ്. ഇലക്ഷൻ കമ്മീഷൻ നമ്മുടെ ഭരണഘടന പ്രകാരം ഇലക്ഷൻ നടത്താനുള്ള പരിപൂർണമായ അവകാശവും ഉത്തരവാദിത്വവും ഇലക്ഷൻ കമ്മീഷനാണ്. എന്ന് മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷൻ ഇത്രയും വലിയ ഓപ്പറേഷൻ നടത്തും, ഇത്രയും വലിയൊരു എക്സർസൈസ് നടത്തുമ്പം അവർക്ക് ഇലക്ഷൻ കമ്മീഷന് സ്വന്തമായിട്ട് വലിയ സ്റ്റാഫില്ല. അവർക്ക് വളരെ ചെറിയൊരു ഓഫീസ് മാത്രമേ ഉള്ളൂ. അവരുടെ സ്റ്റാഫ് എന്ന് പറയുന്നത് വരുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇപ്പോൾ ഞാൻ കേൾക്കുന്ന നിങ്ങളിൽ പലരും ചിലപ്പം പ്രിസൈഡിംഗ് ഓഫീസർമാരായിട്ടും പോളിംഗ് ഓഫീസർമാരുമായിട്ടൊക്കെ പോയിട്ടുണ്ടാവും. നിങ്ങൾ അതിനുശേഷം തിരിച്ച് നിങ്ങളുടെ അധ്യാപക ജോലിയിലേക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിയിലേക്കോ നിങ്ങൾ തിരിച്ചു പോകും. അപ്പം ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയാണ്, സർക്കാരിൻ്റെ റോളിലുള്ള ഉദ്യോഗസ്ഥന്മാരെയാണ് ഈ പ്രിസൈഡിംഗ് ഓഫീസർമാരായിട്ടും ഈ എൻറ്റയർ മെഷീനറി ഓടുന്നത്. ഇപ്പം റിട്ടേണിംഗ് ഓഫീസർമാരായിട്ട് വരുന്ന ജില്ലാ കളക്ടർമാരോ അല്ലെങ്കിൽ RDOമാരോ അങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ ഓഫീസർമാരാണ്. അതിനും കൃത്യമായ ഭരണഘടനാപരമായ വ്യവസ്ഥയുണ്ട്. ഇലക്ഷൻ നടത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ആളുകൾ ഉൾപ്പെടെ കൊടുക്കാൻ സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര സർക്കാരിനും ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള ഭരണഘടനാപരമായിട്ടുള്ള ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഈ സംവിധാനങ്ങളെ മുഴുവൻ ആവശ്യപ്പെടാൻ, ഇലക്ഷൻ നടത്താൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളെ മുഴുവൻ ആവശ്യപ്പെടാൻ ഇലക്ഷൻ കമ്മീഷന് അവകാശമുണ്ട്. അത് കൊടുക്കാനുള്ള ഉത്തരവാദിത്തം സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കുമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ എത്ര ആളുകളെ അവർ ചോദിച്ചാലും അത് കൊടുക്കാൻ പശ്ചിമ ബംഗാളിലെ സർക്കാരിന് ബാധ്യതയുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചല്ല പറയുന്നത്. സർക്കാരിൻ്റെ ഫംഗ്ഷനുകളിൽ ഒന്നാണ് തിരഞ്ഞെടുപ്പ് നടത്തുക എന്ന്. തിരഞ്ഞെടുപ്പ് നടത്താൻ ഇലക്ഷൻ കമ്മീഷൻ ആവശ്യമായിട്ടുള്ള ആളുകളെ കൊടുക്കുക എന്നുള്ളത് അവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ജോലിയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ജോലി അത് മാത്രമല്ല. ആ സംസ്ഥാനം നടത്തിക്കൊണ്ട് പോകുന്ന ഓരോ ദിവസത്തെ ഭരണപരമായ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാനുള്ള ഉത്തരവാദിത്വം ആ സർക്കാരിനാണ്. നിയമസമാധാനം പാലിക്കാനുള്ള ഉത്തരവാദിത്വം ആ സർക്കാരിനാണ്. അതിലൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് അവിടുത്തെ ചീഫ് സെക്രട്ടറിയും പോലീസ് മേധാവിയും അടക്കമുള്ള, കൽക്കട്ട എന്ന് പറയുന്ന ഏറ്റവും വലിയ സിറ്റിയുടെ പോലീസ് കമ്മീഷൻ അടക്കമുള്ള ഈ സംവിധാനം എന്നുള്ളത് അവിടുത്തെ പശ്ചിമ ബംഗാളിലെ മനുഷ്യർക്ക് സാധാരണഗതിയിൽ അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള സർക്കാരിൻ്റെ ഇടപെടലുകൾ ഉറപ്പുവരുത്താൻ ആവശ്യമായ ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ ഭാഗമാണിവർ. ഈ മുഴുവൻ ആളുകളെയും മാറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണ്. അത് ഒരിക്കലും ഭരണഘടനാപരമായോ നിയമപരമായോ നിലനിൽക്കുന്ന അവരാരെങ്കിലും ഭരണഘടന നിയമത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിരിക്കുന്ന അധികാരം ഉപയോഗിച്ചിട്ടല്ല ഇക്കാര്യം ചെയ്തിരിക്കുന്നത്. അതേസമയം ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥന് ഇലക്ഷൻ കമ്മീഷൻ ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ അയാളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഇലക്ഷൻ കമ്മീഷന് അധികാരമുണ്ട്, ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതിനനുകൂലമായിട്ടുള്ള സുപ്രീം കോടതി വിധികളുണ്ട്. അതല്ലെങ്കിൽ പുതിയൊരു ഉദ്യോഗസ്ഥരെ നിയമിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അത് ന്യായമായ കാര്യമാണ്. പക്ഷേ സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചിക്കുക പോലും ചെയ്യാതെ അവരറിയാതെ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ അവിടെ നിന്ന് മാറ്റുക, അവിടെ പുതിയ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുക. എന്തടിസ്ഥാനത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിക്കുക? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പോലീസ് മേധാവിയെ നിയമിക്കണമെങ്കിൽ സുപ്രീം കോടതി നിശ്ചയിച്ചിട്ടുള്ള ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡപ്രകാരം സംസ്ഥാന സർക്കാർ ഒരു പർട്ടിക്കുലർ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഉദ്യോഗസ്ഥന്മാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. അവരിൽ നിന്നും 3 പേരെ UPSC തിരഞ്ഞെടുക്കുക. ആ 3 പേരിൽ ഒരാളെ സംസ്ഥാന സർക്കാർ നിയമിക്കുക. വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അവിടെയുണ്ട്. ആ പ്രോസസ്സിനെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ടിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ അവിടുത്തെ പോലീസ് മേധാവിയെ നിയമിച്ചിരിക്കുന്നത്. ഇതുവരെ കേട്ടിട്ടില്ലാത്ത കാര്യം. എന്ന് മാത്രമല്ല, അത് നിയമത്തിൻ്റെ അങ്ങേയറ്റത്തെ ദുരുപയോഗമാണ് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു വശത്ത് വോട്ട് ചെയ്യാനുള്ള വോട്ടറുടെ അവകാശം പരമപ്രധാനമായി കാണാൻ വിസമ്മതിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ലക്ഷക്കണക്കിന് ആളുകൾ തങ്ങൾക്ക് വോട്ടുണ്ടാകുമോ, അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ എന്നറിയാതെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസുകൾ കയറുന്ന അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു ധാരണയും
ഇപ്പോഴും ഇലക്ഷൻ കമ്മീഷനില്ല. ഓരോ പ്രാവശ്യവും സുപ്രീം കോടതിയാണ് അതിനുവേണ്ടി ആവശ്യമായിട്ടുള്ള നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചുകൊണ്ടിരിക്കുന്നതും. ഈ കേസുകൾ എപ്പോൾ കേൾക്കാൻ പറ്റുമെന്ന് അവർക്കറിയില്ല. 80 ദിവസമെങ്കിലും മിനിമം എടുക്കും എന്ന് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ പരാതിക്കാരുടെ അഭിഭാഷകൻ പറയുന്നുണ്ടായിരുന്നു. അപ്പം ആളുകളുടെ എണ്ണം കൂട്ടാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ അവധിയില്ലാതെ ഒരു 24 മണിക്കൂറും എന്ന നിലയിൽ പ്രവർത്തിച്ചാൽ പോലും ഇതടുത്തൊന്നും തീരില്ല എന്നുള്ളത്. അതാണ് അതിൻ്റെ വസ്തുത. ലക്ഷക്കണക്കിന് 70 ലക്ഷം മനുഷ്യരുടെ അപേക്ഷകളാണ് പരിഗണിക്കേണ്ടത്. അപ്പോൾ 1 മിനിറ്റ് എങ്കിലും ഒരു അപേക്ഷകൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തെങ്കിൽ പോലും ദിവസങ്ങളെടുക്കുന്ന ഒരു പ്രോസസ്സ് അതുമായി ബന്ധപ്പെട്ട് അതെങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റും? അവസാനത്തെ പൗരൻ്റെയും വോട്ടവകാശം ഇല്ലാത്ത മനുഷ്യർ വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ടെങ്കിൽ അവരെ ന്യായമായും പുറത്തിറക്കുന്നതിന് ആർക്കും ഒരു പരാതിയില്ല. അവരുണ്ടാകാൻ വേണ്ടി പാടില്ല. വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇന്ത്യൻ പൗരന്മാരില്ലാത്ത ആർക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നതിനെക്കുറിച്ച് നമ്മൾ നിയമവ്യവസ്ഥയിൽ കൃത്യമായ ധാരണകളുണ്ട്. അതിന് പുറത്തുള്ള ആളുകൾ ഇതിൽ വന്നാൽ അവരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തിറക്കുക എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവാദിത്തമാണ്, ചുമതലയാണ്. അവർക്ക് അതിനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതല്ലേ ന്യായമായ വോട്ടവകാശമുള്ള ഒരാൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടാവുക എന്നുള്ള, അയാളുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ട്. അപ്പം വോട്ടറോടുള്ള മര്യാദകൾ, ഉത്തരവാദിത്തങ്ങൾ പാലിക്കുന്നതിൽ യാതൊരു നിർബന്ധ ബുദ്ധിയുമില്ല എന്ന് പറയുന്ന അതേ ഇലക്ഷൻ കമ്മീഷനാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരികളെ മുഴുവൻ ഒരു സുപ്രഭാതത്തിൽ എന്ന് പറഞ്ഞുകൂടാ, ഒരു രാത്രി മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ രാത്രി 1 മണി കഴിഞ്ഞപ്പോഴാണ് അവർക്കൊരു മെസ്സേജ് കിട്ടുന്നത്. അവരുടെ ചീഫ് സെക്രട്ടറിയെയും പോലീസ് മേധാവിയെയും കൽക്കട്ട പോലീസ് കമ്മീഷണറെയും ഹോം സെക്രട്ടറിയെയും അടക്കം പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ മാറ്റിയിരിക്കുന്നു എന്നുള്ളത്. അവിടെ ഒരു പ്രശ്നമുണ്ടായാൽ ആരാണത് പരിഹരിക്കേണ്ടത്? ചീഫ് സെക്രട്ടറി, മുഖ്യമന്ത്രി അറിയാതെ ഒരാൾ ചീഫ് സെക്രട്ടറിയാണ്, മുഖ്യമന്ത്രി അറിയാതെ ഒരാൾ പോലീസ് കമ്മീഷണർ ആവുകയാണ്, മുഖ്യമന്ത്രി ഒരാൾ പോലീസ് മേധാവിയാവുകയാണ്. ഇത് ജനാധിപത്യം മുഖ്യമന്ത്രി അറിയണോ, ആരാണ് മുഖ്യമന്ത്രി, ആരാണ് പോലീസ് കമ്മീഷണർ എന്നുള്ളതല്ല. ജനാധിപത്യത്തിൽ പുലർത്തേണ്ട ചില പ്രാഥമിക മര്യാദകളുണ്ട്. ആ മര്യാദകളിൽ ഒന്നാണ് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. അത് മുഖ്യമന്ത്രിയുടെ അധികാരത്തിൽപ്പെട്ട കാര്യമാണ്. മന്ത്രിസഭയുടെ അധികാരമാണ് ആരാണ് ചീഫ് സെക്രട്ടറി എന്ന് തീരുമാനിക്കുക എന്നുള്ളത്. മന്ത്രിസഭയുടെ അധികാരമാണ് ആരാണ് പോലീസ് മേധാവി. ഞാൻ നേരത്തെ പറഞ്ഞ പ്രോസസ്സ് അനുസരിച്ച് മന്ത്രിസഭയാണ് തീരുമാനിക്കുന്നത് ആരാണ് പോലീസ് മേധാവി എന്നുള്ളത്. ഫൈനലി ആ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് അത് വളരെ എളുപ്പമെന്ന് വേറൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി വന്ന് എടുത്തുകൊണ്ട് പോവുക, അതിൽ യാതൊരു തരത്തിലുള്ള കൺസൾട്ടേഷനോ യാതൊരു തരത്തിലുള്ള ചർച്ചയില്ലാതിരിക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. നമ്മളൊരു വെള്ളരിക്ക പട്ടണമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണിത്. പശ്ചിമ ബംഗാളിൽ വലിയ പോരാട്ടമാണ് സത്യത്തിൽ അവിടുത്തെ ജനാധിപത്യ ശക്തികളും ഫാഷിസ്റ്റ് സർക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഗെയിം കളിക്കുന്ന കേന്ദ്ര സർക്കാർ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിത് വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട കാര്യമാണ്. ഇത് ബംഗാളിലാണല്ലോ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് ആശ്വാസത്തിന് കാരണമല്ല. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഫാഷിസ്റ്റ് കാര്യങ്ങളെക്കുറിച്ച് നിരന്തരമായി എതിർത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണത്. ഇത് ഇന്നിപ്പോൾ പശ്ചിമ ബംഗാളിൽ ശ്രീമതി മമതാ ബാനർജി ഇത്തരം നയങ്ങൾക്കെതിരെ നിരന്തരമായ പോരാട്ടത്തിലാണ്. ഈ പോരാട്ടം ഇടയ്ക്ക് നടത്തുകയും ഇടയ്ക്ക് തിരുത്തുകയും ചെയ്യുന്ന ഒരു കാര്യമല്ല. അവരത് കൺസിസ്റ്റൻ്റായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ നാട്ടിലെ മനുഷ്യർക്ക് നേരെ ഇത്ര നിയമവിരുദ്ധമായ ആയുധങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ആയുധങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന മറ്റ് ഏജൻസികളും നടത്തിയാൽ എവിടെയായിരിക്കും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് എന്നുള്ളത് നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. ആരോടാണ് കൂറ്? നമ്മുടെ ഭരണഘടനയോടും ജനാധിപത്യ വ്യവസ്ഥയോടും ആണോ ഇവരുടെ കൂറ്? അതെയോ ഇടയ്ക്കൊക്കെ വർത്തമാനം പറയുകയും ഈ ഫാഷിസ്റ്റ് കക്ഷികളോടൊപ്പം ചേരുകയും ചെയ്യുന്ന കൂട്ടർ അവരോടാണോ നമ്മുടെ കൂറുണ്ടായിരിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. പശ്ചിമ ബംഗാളിലെ വോട്ടർ പ്രശ്നം മാത്രമല്ല, ഇത് കേരളത്തിലും വന്നുകൂടായികയില്ല. നമ്മളതാണ് മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത്, ഞാൻ ഈ പംക്തിയിൽ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഗവർണർ എന്ന് പറയുന്ന ഒരൊറ്റ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് നിയമം പാസ്സാക്കാനുള്ള നിയമസഭയുടെ അധികാരം കവർന്നെടുത്ത് കൊടുക്കുന്ന കേന്ദ്ര സർക്കാരിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഭരണഘടനാപരമായി നമുക്ക് ലഭിക്കേണ്ട കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട പണത്തിൻ്റെ വിഹിതം കിട്ടാതെ വരുമ്പോൾ നമ്മളതിനെതിരെ സമരം ചെയ്തിട്ടുള്ള, കേസ് കൊടുത്തിട്ടുള്ള നമ്മുടെ സർക്കാർ ഇപ്പോൾ അങ്ങനത്തെ നിരന്തരമായ ഒരു പോരാട്ടത്തിലുണ്ട്. അതേസമയം മറ്റു വളഞ്ഞ വഴിയിൽ കൂടി സംസ്ഥാന സർക്കാരുടെ ഭീഷണിപ്പെടുത്തി വരുതിയിൽ വരുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഗവർണറെ മുൻനിർത്തിക്കൊണ്ട് സർവകലാശാലകളുടെ ഭരണം അട്ടിമറിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വരാറുണ്ട്. നമ്മളിത് വേറെ എവിടെയോ നടക്കുന്ന ഒരു കാര്യമാണ് എന്ന് കരുതി മാറി നിൽക്കാൻ നമുക്ക് പാടില്ല. ജനാധിപത്യത്തിനെതിരെ
മതനിരപേക്ഷതയ്ക്കെതിരെ, നമ്മുടെ ഫെഡറൽ സംവിധാനങ്ങൾക്കെതിരെ, നിയമവാഴ്ചയ്ക്കെതിരെ, ഭരണഘടനാപരമായ പൗരന്മാരുടെ അവകാശങ്ങൾക്കെതിരെ ഏറ്റവും അവസാനത്തെ കാര്യം വോട്ടവകാശത്തിനെതിരെ വരെ വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു സംവിധാനം പശ്ചിമ ബംഗാളിൽ നിന്ന് കേട്ടു തുടങ്ങിയിരിക്കുന്നു. പശ്ചിമ ബംഗാൾ അങ്ങ് ദൂരെയാണല്ലോ എന്ന് നമ്മൾ സമാധാനിക്കാൻ വേണ്ടി പറ്റില്ല. ഇത് ഇവിടെയും നടക്കും. ഒരേ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ പണികൾ ചെയ്യുന്നത്. ഒരേ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഭരണത്തിൻ്റെ പല കാര്യങ്ങളിലും കേന്ദ്ര സർക്കാർ കൈകടത്തുന്നത്. നമ്മളിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മൾ കണക്കാക്കണം എന്ന് ഒരു പൗരനെന്ന നിലയ്ക്ക് ഞാൻ ആവശ്യപ്പെടുക, ഇത്തരം ഫാഷിസ്റ്റ് പ്രവണതകൾക്കെതിരെ നിരന്തരമായ പോരാട്ടം നടത്തുന്ന ആളുകളോട് നമ്മൾ ഐക്യപ്പെടേണ്ടതുണ്ട്. അവർ അധികാരത്തിൽ വന്നെങ്കിൽ മാത്രമേ ഈ പോരാട്ടം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റൂ. അത് വളരെ പരമപ്രധാനമായ കാര്യമാണ്. ഒരു കാരണവശാലും ഇത്തരം അടിസ്ഥാനപരമായിട്ടുള്ള മൂല്യങ്ങളുടെ പുറത്ത് ഒരു തരത്തിലുള്ള കോംപ്രമൈസ് നടത്തില്ല എന്ന് ഉറപ്പുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് ഒപ്പം നിൽക്കാൻ നമ്മൾ തയ്യാറാകണം. രാഷ്ട്രീയ കക്ഷികൾക്കുള്ളതല്ല, വോട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ വോട്ടവകാശം പരമപ്രധാനമാണ് എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടാവണം. ആ ഉറപ്പിൽ പാലിക്കാൻ പറ്റുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊപ്പം നിൽക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ഞാൻ ഒരു രാഷ്ട്രീയ കക്ഷിക്കാരിയല്ല പറയുന്നത്. നമ്മൾ ജനാധിപത്യത്തോടും മതനിരപേക്ഷതയോടും പ്രതിബദ്ധത ഉണ്ടായിരിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബംഗാൾ ദൂരെ അല്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്.